ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുക്കിംഗ് വിത്ത് മമ്മി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് ഒരു കപ്പ് ടീ ആണ്. അത് വെറും ടീ അല്ല, ഒരു മസാല ടീ. അത് നമ്മൾ വളരെ ടയേർഡായിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒരു കപ്പ് ടീ കിട്ടിയാൽ എന്ത് സന്തോഷമായിരിക്കും, ഒരു നല്ല ഉന്മേഷമൊക്കെ തോന്നും. അതിനാവശ്യമായ സാധനങ്ങൾ, അതിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ടിയിട്ട് ജിഞ്ചറാണ്, ഇഞ്ചി, ഒരു 2 ചെറിയ പീസ് ഇഞ്ചി. ഇഞ്ചിയുടെ ചുവ വേണം മുമ്പോട്ട് നിൽക്കാൻ. അതിന് ഞാനൊരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് പൊളന്ന് 2 പീസായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. 1/2 ഇഞ്ച് ഒക്കെ വലിപ്പമുള്ള അത്രയും ഒരു കറുവപ്പട്ട, 1 ഗ്രാമ്പൂവിൻ്റെ ഒക്കെ ടേസ്റ്റ് പുറകോട്ട് നിന്നാൽ മതി. ഏലക്ക, 3 ഏലക്കയുടെയും ഇഞ്ചിയുടെയും ടേസ്റ്റ് വേണം മുമ്പിലോട്ട് നിൽക്കാൻ. അപ്പോൾ നമുക്കത് ചെയ്യേണ്ടത്, ഈ ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒന്ന് ചെറുതായിട്ട് ചതച്ചാൽ മതി, ഒത്തിരി അങ്ങോട്ട് ചതയ്ക്കണ്ട. ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുത്താൽ മതി. ഈ ഏലക്കയും കൂടെ കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ചായയുടെ വെള്ളം റെഡിയാക്കാം. അപ്പം നമുക്ക് ചായ റെഡിയാക്കാനായിട്ട് വെള്ളം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തു. ഈ ഒരു കപ്പിന് 3 കപ്പ് വെള്ളം. ഞങ്ങൾക്കിപ്പോൾ 4 കപ്പ് ടീ ആണ് വേണ്ടിയത്. അപ്പോൾ ഇതിന് 3 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളം ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് അതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഈ സ്പൈസസ് ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളുടെ മസാലയൊക്കെ ഇട്ട് ഏകദേശം ഒരു മിനിറ്റോളം ഈ ഇതിലിട്ട് ഞാനൊന്ന് തിളപ്പിച്ചു കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഇടാൻ പോകുന്നത് ടീ ബാഗാണ്. എൻ്റെ ടീ പൗഡർ ഇല്ല, അതുകൊണ്ട് ഞാൻ ടീ ബാഗാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് 4 കപ്പ് ടീക്കുള്ളതാണ് ഞാൻ റെഡിയാക്കുന്നത്. 1 കപ്പ് ടീക്ക് 1 ബാഗ് എന്ന രീതിയിൽ 4 ടീ ബാഗാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഇതങ്ങോട്ടൊന്ന് ഇറങ്ങട്ടെ. ഇതിൻ്റെ ഈ ടീയുടെ ഫ്ലേവർ അങ്ങോട്ടൊന്ന് ഇറങ്ങാനായിട്ട് ഒരു 1-2 മിനിറ്റും കൂടെ ഞാനൊന്ന് മൂടി വെച്ച് ഇത് തിളപ്പിക്കുവാണ്. അപ്പോൾ നമ്മളുടെ ആ ടീ ബാഗ് ഇട്ടതിന് ശേഷം ഒരു മിനിറ്റും കൂടെ ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചു. അപ്പോൾ അതങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു മിൽക്ക് ചെറുതായിട്ട് ചൂടാക്കി 1.5 കപ്പ് മിൽക്കാണ് ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ കടുപ്പം കൂടുതൽ വേണം എന്നുള്ളവർ അതനുസരിച്ച് ടീ ബാഗ് ഒരെണ്ണം കൂടെ കൂടുതൽ ഇട്ടോണം. ഇവിടെ ഞങ്ങൾക്ക് ഒത്തിരി കടുപ്പം വേണ്ട, അതുകൊണ്ട് ഞാൻ 4 ഇട്ടുള്ളൂ. ഒരു കപ്പിന് 1 ടീ ബാഗ് എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ എപ്പോഴും എടുക്കുന്നത്. അപ്പം കടുപ്പം കൂടുതൽ വേണേൽ അതനുസരിച്ച് ചേർക്കുക. ഇനി ഇത് ഇട്ടതിന് ശേഷം ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളച്ച് പൊങ്ങി വരണം. അപ്പോൾ ഇത് ഞാനൊന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് അതിലേക്ക് സത്തൊക്കെ ഇറങ്ങി അതിലേക്ക്. ഇനി മധുരം ഇല്ലാത്തവർക്ക്, ഡയബറ്റിക് ഒക്കെ ആയിട്ടുള്ളവർക്ക്, ഷുഗർ ഇല്ലാതെ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ഊറ്റിയെടുക്കാം. അപ്പം ഞങ്ങൾക്കിത് മധുരം ഇട്ട് കുടിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഷുഗർ അതിലേക്ക് ചേർക്കുവാണ്. അത് ചേർത്തു. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് ചെയ്യേണ്ടത് ഒരു 1.5-2 മിനിറ്റോളം ഇതൊന്ന് മൂടി വെക്കണം. അതിൻ്റെ ഒരു ഗുണമൊക്കെ നന്നായിട്ട് അതിലേക്ക് ഇറങ്ങാനായിട്ട് ഒരു 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ചായ അരിച്ചെടുക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ടീ ഒരു 2 മിനിറ്റോളം ഇരുന്ന് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ട് അരിച്ച് മാറ്റണം. കപ്പിലേക്ക് അരിച്ച് മാറ്റാം. ഇങ്ങനെ പതപ്പിച്ചെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇതാണ് നമ്മുടെ ടീ. അപ്പോൾ നിങ്ങൾ വളരെ ടയേർഡായിട്ടിരിക്കുന്ന സമയത്തൊക്കെ സാധാരണ കുടിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ടേസ്റ്റിൽ ഇങ്ങനെ ഒരു മസാല ടീ തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് വളരെ ഇഷ്ടമാകും. അപ്പോൾ ഞങ്ങൾ ഈ സിമ്പിൾ റെസിപ്പി ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങളുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.